നിങ്ങൾ ആലോചിച്ചു, വർണ്ണവിവേചനം കുടുംബിനി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മൈക്കിൾ ജാക്സന്റെ അച്ഛന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തില് ഒരു എഫിഷ്യന്റ് ആയ, പൊതുവെ ഒരു കറുത്ത വർഗക്കാരനായ, ഇപ്പോഴും ഞാന് വർണ്ണവിവേചനം പറയുന്നില്ല, അന്നത്തെ സാഹചര്യം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. വർണ്ണവിവേചനം എന്ന് പറയുന്ന സാധനം ഒരു കാര്യമില്ല. അത് പ്രകൃതിയാൽ രൂപാന്തരപ്പെട്ട് വരുന്ന, നമ്മുടെ ശരീരത്തിൽ വരുന്ന കോശങ്ങളുടെ ഘടനയ്ക്കും അത് അബ്സോർവ് ചെയ്യുന്ന രീതിക്കും അനുസരിച്ചാണ് നമുക്ക് കളർ കിട്ടുന്നത്. ഇപ്പൊ കളറിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, കളർ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പൊ അത് അത്രേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും അതിനകത്ത് വേറെ കാര്യമില്ല. അത് ബാക്കി അവരൊരു ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തില് ഈ ഒരു കാലഘട്ടത്തില് ഈ കറുത്തവർഗക്കാരനായ ഈ മനുഷ്യനെ കഴിവുണ്ടെങ്കിൽ പോലും പലയിടത്തു നിന്നും നീക്കി വച്ചിട്ടുള്ളതായിരിക്കണം. അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളൊക്കെ കൊള്ളാമെങ്കിൽ പോലും അവോയ്ഡ് ചെയ്യുക ആ കാലഘട്ടത്തില് ഭയങ്കരമാണ്. ഇപ്പോഴും മോശം എന്ന് പറയാല്ല, പക്ഷെ ഇപ്പൊ നമ്മള് സയൻസ് പരമായിട്ടൊക്കെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം 10-35% ജനങ്ങളിൽ വേൾഡ് വൈഡ് നല്ല മാറ്റമുണ്ട്, അൺബിലീവബിൾ മാറ്റം. ഇന്ത്യയിലും ഉണ്ട്, ഭാരതത്തിലും ഉണ്ട്. ഇനി അങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അവോയ്ഡ്നെസ്, നമ്മൾ അവോയ്ഡ് ചെയ്യുക, അദ്ദേഹത്തിന് അവസരം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്താൽ തന്നെയും ക്യാഷ് കിട്ടാതിരിക്കുക, അങ്ങനെ എല്ലാത്തിൽ നിന്നും ക്ലിക്കായി പോവാതെ ജീവിതം സ്ട്രഗിൾ ചെയ്ത മനുഷ്യനാണ് മൈക്കിൾ ജാക്സന്റെ അച്ഛൻ. അപ്പൊ ഈ സ്ട്രഗിളിൽ നിന്ന് അദ്ദേഹത്തിന് 9 മക്കളാണ്. എന്റെ അറിവില് 9 മക്കളാണ്. കൃത്യമാണോന്ന് അറിയില്ല, എന്റെ അറിവിൽ 9 മക്കളാണ്. 9 മക്കളില് 5ാമനായിട്ടാണ് മൈക്കിൾ ജാക്സൺ ജനിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അതിലുള്ള കഴിവുള്ള തന്റെ മക്കളുടെ മിടുക്കരെ എല്ലാരെയും ഒത്തുകൂട്ടി ഒരു ബാൻഡ് ഗ്രൂപ്പ് രൂപീകരിക്കുകയാണ്. തനിക്ക് കഴിയാതെ പോയത് തന്റെ മക്കളിൽ കൂടി, അവർക്ക് കഴിവുള്ളതുകൊണ്ടാണ്. ഇപ്പൊ കഴിവില്ലാത്ത ഒരാളെ പിടിച്ചിട്ട് ബാൻഡ് ഒരു മ്യൂസിക് ട്രൂപ്പ് രൂപീകരിക്കാൻ പറ്റുമോ? അപ്പൊ അത് അയാൾ തിരിച്ചറിയാണ്, തന്റെ മക്കൾക്ക് ആ കഴിവുണ്ട്. ആ കഴിവിൽ കൂടി അദ്ദേഹം, ആ കഴിവ് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തന്റെ മക്കളെ ഉപയോഗിച്ചൊരു ബാൻഡ് ട്രൂപ്പ് രൂപീകരിക്കുകയാണ്. ആ ബാൻഡ് ട്രൂപ്പ് രൂപീകരിക്കും, മ്യൂസിക് ട്രൂപ്പ് രൂപീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും മിടുക്കനായത് മൈക്കിൾ ജാക്സൺ ആണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഇതിനകത്ത് വലിയൊരു ഡ്രോബാക്ക് ഉണ്ട്. ഈ ഏറ്റവും മിടുക്കനായ വ്യക്തി മൈക്കിൾ ജാക്സൺ ആണെന്ന് തിരിച്ചറിയുമ്പോൾ അദ്ദേഹം തന്റെ കാർക്കശ്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. ആരുടെ പുറത്ത്? തന്റെ മറ്റ് കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ട് മൈക്കിൾ ജാക്സന്റെ പുറത്ത് അദ്ദേഹം തന്റെ കാർക്കശ്യവും ശൗര്യവും കൂട്ടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മറ്റു മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കാളും 10